ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ സങ്കല്പികളിൽ എഴുതപ്പെട്ട അധ്യായമാണ് അനീഷിൻ്റെ യാത്ര. ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്ന് മടങ്ങുന്നത്. കോമണർ ആയതുകൊണ്ടാണ് അനീഷിനെ ജയിപ്പിക്കാത്തതെന്നും അനീഷിനോട് കാണിച്ച് നീതികേടാണെന്നും സോഷ്യൽ മീഡിയ പറയുന്നു. അനീഷിന്റെ രണ്ടാം സ്ഥാനത്തെ പിന്തള്ളിക്കൊണ്ടാണ് പരിപാടിയുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് ഇല്ലാതായെന്ന് ഭൂരിഭാഗം പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. വേറിട്ട വഴിയിൽ അനീഷ് ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആദ്യമായി ഫിനാലെ എത്തുകയും ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയും ചെയ്യുന്ന കോമണർ എന്ന റെക്കോർഡ് അനീഷിന്റെ സ്വന്തമാക്കി. തന്റെ സ്വപ്നത്തിനു വേണ്ടി ജോലി ഉപേക്ഷിച്ചെത്തിയ ഈ പോരാളി പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു അധ്യായമാണ്. ഈ സീസണിൽ സമ്മാനിച്ചത് സാധാരണക്കാരുടെ പ്രതിനിധിയായി അനീഷ് മൈജി ഫ്യൂച്ചർ കോൺടെസ്റ്റിലൂടെ മത്സരത്തിൽ വിജയിയായിട്ടാണ് അനീഷ് ബിഗ് ബോസിലേക്ക് എത്തിയത്. മറ്റു മത്സരാർത്ഥികളിൽ നിന്ന് വിഭിന്നമായി ശാരീരികമായും മാനസികമായും ഒരുങ്ങിയായിരുന്നു അനീഷ്. തൃശൂർ കോടനല്ലൂർ സ്വദേശിയായ അനീഷിന്റെ ബാങ്ക് ജോലിയായിരുന്നു. പിന്നീട് സർക്കാർ സർവീസിലെത്തി അനീഷ് 5 വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിൽ തയ്യാറാവുകയായിരുന്നു. പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണെന്നും അത് ബിഗ് ബോസിൽ ചർച്ച ചെയ്യുമെന്നും പറഞ്ഞാണ് അനീഷ് തന്റെ ഗെയിമുകൾ ആരംഭിച്ചത്. എഴുത്തുകാരൻ കൂടിയായ അനീഷ് എൻ നേരം തുഴഞ്ഞ എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. എഴുത്തിലും സംസാരത്തിലുമുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തുണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തി ആദ്യ നാളുകളിൽ അദ്ദേഹം ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും ശ്രദ്ധ നേടി. അനീഷിന്റെ ശാന്തമായ പെരുമാറ്റം, കാര്യങ്ങളെ പറ്റിയുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടുകൾ ചിന്തിച്ച് സംസാരിക്കുന്ന രീതി എന്നിവയുടെ തുടക്കത്തിൽ തന്നെ അനീഷ് ഒരു വിഭാഗം പ്രേക്ഷകരുടെ പിന്തുണ നേടിക്കൊണ്ടിരുന്നു. ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റനും അനീഷായിരുന്നു. വീടിനകത്തെ മത്സരങ്ങൾ കടുപ്പമേറിയതോടെ അനീഷിന്റെ സ്വാഭാവികത്തിൽ ചില പ്രത്യേകതകൾ ചർച്ചയായി. ചില കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കുകയും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന അനീഷിൻ്റെ രീതി ചിലർക്ക് വാശിയായി തോന്നിയെങ്കിലും മറ്റു ചിലർ അനീഷിനെ ആത്മാർത്ഥമായി ഇതിനെ കണ്ടു. വൈകാരികമായ പ്രതികരണങ്ങളും തർക്കങ്ങളിലും അനീഷിൻ്റെ യാത്രയിൽ ധാരാളം ഉണ്ടായി. വീടിനുള്ളിൽ അനീഷ് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി കളിക്കുന്നതിനേക്കാൾ കൂടുതലും ഒറ്റപ്പെട്ടു കളിക്കുന്നു എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പലപ്പോഴും തനിച്ചുള്ള യാത്രയും സ്വയം പഴിക്കുന്ന രീതിയും കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കളിക്കുന്നു എന്ന് മറ്റു മത്സരാർത്ഥികൾ കളിയാക്കി. എന്നാൽ അനീഷിൻ്റെ ആരാധകർ ഈ നിലപാടിനെ ആത്മാർത്ഥതയോടെയും തൻ്റെ അടുത്ത ലക്ഷ്യമായിട്ടാണ് കണ്ടത്. വീടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനീഷ് ശക്തമായി പ്രതികരിച്ചിരുന്നു. ചില സമയങ്ങളിൽ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വന്നത് അനീഷിന് തിരിച്ചടിയായി. ഒരു ഘട്ടത്തിൽ അനുമോളോട് അദ്ദേഹം വിവാഹാഭ്യർത്ഥന നടത്തുകയും അത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. അനുമോൾ ഈ പ്രപ്പോസലിനെ തമാശയായി കണ്ട് തള്ളിക്കളഞ്ഞെങ്കിലും ഇത് അനീഷിനെ വൈകാരികമായി സത്യസന്ധതയായി പലരും വിലയിരുത്തി. ഞാൻ കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു സീസണിലെ വാചകം ബിഗ് ബോസിലെ ഓരോ അധ്യായത്തിലും ഒന്നോ അതിൽ കൂടുതലും മത്സരാർത്ഥികളുടെ സംഭാഷണം വൈറലാകാറുണ്ട്. അത്തരത്തിൽ ഈ സീസണിലെ പ്രേക്ഷകർ ഏറ്റെടുത്ത അനീഷിൻ്റെ വാക്കുകളായിരുന്നു. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തു വരുമ്പോൾ അനീഷിനെ കാത്തിരിക്കുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. പുറമെ സർപ്രൈസ് സമ്മാനമായി ഏകദേശം 6 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചിലവഴിച്ചെന്ന ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിച്ചു. ഓരോ ആഴ്ചയിലും നിശ്ചയിച്ചുള്ള ഈ പ്രതിഫല ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങളാണ്. എന്നിരുന്നാൽ കൂടിയും അനീഷിൻ്റെ മുഖത്ത് വിജയിയാകാനുള്ള ഒരു ഭാഗ്യം തനിക്ക് ലഭിച്ചില്ലല്ലോ എന്നൊരു ചെറിയ വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണപ്പെടുന്നതായി ചില പ്രേക്ഷകരിലും അഭിപ്രായങ്ങൾ കുറിച്ചിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.